ഇന്നത്തെ സിമ്പിൾ റെസിപ്പി സുയം സ്വീറ്റ്സ് ആണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും അതിൻ്റെ കൂടെ തന്നെ അല്പം ശർക്കരയും ഒരു ഏലക്കായുടെ സീഡ് പൊടിച്ചതും അല്പം ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ശർക്കരയൊക്കെ ഇതുപോലെ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി നന്നായിട്ട് ഈ ഒരു പരുവം ആകുന്നത് വരെ നന്നായിട്ട് ഇളക്കി എടുക്കുക. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ആറുന്നതിന് വേണ്ടി വെക്കണം. ചൂടാറിയതിന് ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കുക. അതിനുശേഷം കുറച്ച് കടലമാവിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളുപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. അതിനുശേഷം ഈ ഉരുളകൾ നമുക്ക് ഈ കടലമാവിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. താങ്ക്